സർവ്വഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് പുതിയ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജൂലൈ 20, ഒന്നാമത്തെ വായനാ ഭാഗം 2 ശമൂവേൽ 4-5 അധ്യായങ്ങൾ. 4-ാം അധ്യായത്തിൽ അബ്നേർ ശൗലിൻ്റെ മകൻ ഈശ്ബോശത്തിൻ്റെ വളരെ അടുത്ത വിശ്വസ്തനായിരുന്നല്ലോ. അബ്നേർ മരിച്ചു പോയപ്പോഴത്തേക്ക് ശൗലിൻ്റെ മകൻ കേട്ടിട്ട് അവർ ധൈര്യമൊക്കെ ക്ഷയിച്ച് ഇസ്രായേലൊക്കെയും ഭ്രമിച്ച് അവിടുന്ന് അവർ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോവുകയാണ്, ഓടിപ്പോവുകയാണ്. അവിടെ പരദേശികളായി പാർക്കുകയാണ്. എന്നാൽ ശൗലിൻ്റെ ഈ മകന് തന്നെ ഈശ്ബോശത്തിന് പടനായകന്മാരായ 2 പുരുഷന്മാരുണ്ട്. ഒരുത്തന് ബാനായെന്നും മറ്റവന് രേഖാബെന്നും. പടനായകന്മാരാണ്, റിലേറ്റീവ് അല്ല. ഈ രേഖാബും ബാനായും കൂടെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഈശ്ബോശത്തിൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അയാളെ വയറ്റത്ത് കുത്തി തല വെട്ടിയെടുത്ത് രാത്രി മുഴുവൻ നടന്ന് ഹെബ്രോനിൽ ദാവീദിൻ്റെ അടുക്കൽ വന്നു. ദാവീദിനോട് പറയുകയാണ്, ഈശ്ബോശത്തിൻ്റെ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ നിന്റെ ശത്രുവായ ശൗലിൻ്റെ മകൻ ഈശ്ബോശത്തിൻ്റെ തല ഇതാ. ഇന്ന് യജമാനായ രാജാവിന് വേണ്ടി ശൗലിനോടും അവൻ്റെ സന്തതിയോടും യഹോവ പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദ് ഈ രേഖാബിനോടും ബാനയോടും പറഞ്ഞത്, എൻ്റെ പ്രാണനെ സകല ആപത്തിൽ നിന്ന് വീണ്ടെടുത്ത യഹോവയാണ്. ശൗല് മരിച്ചുപോയി എന്ന് ഒരുത്തൻ എന്നെ അറിയിച്ച താൻ ശുഭവർത്തമാനം കൊണ്ടുവന്നു എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അവനെ പിടിച്ച് സിക്ലാഗിൽ വെച്ച് കൊന്നു. ഇതായിരുന്നു ഞാൻ അവൻ്റെ വർത്തമാനത്തിന് വേണ്ടി കൊടുത്ത പ്രതിഫലം. പിന്നെ നീതിമാനായ ഒരുത്തൻ അവൻ്റെ വീട്ടിൽ കിടക്കയിൽ വെച്ച് ദുഷ്ടന്മാർ കൊല ചെയ്താൽ എത്രയധികം ഞാൻ പ്രതികാരം ചെയ്യാതിരിക്കും? ഞാൻ അവൻ്റെ രക്തം നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ ഭൂമിയിൽ ഛേദിച്ച് കളയാതിരിക്കുമോ? പിന്നെ ദാവീദ് തൻ്റെ ബാല്യക്കാർക്ക് കൽപ്പന കൊടുത്തു. അവരെ കൊല്ലാൻ പറഞ്ഞു. അവരെ കൊന്നു. അവിടെ ഹെബ്രോനിലെ ഒരു കുളത്തിൻ്റെ കരയിൽ വരെ തൂക്കിയിടുകയും ചെയ്തു. ഇനി 5-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ ശൗലിൻ്റെ ഗ്രഹം തോറ്റു. ശൗലും ശൗലിൻ്റെ മക്കളും പോയി. ഈശ്ബോശത്ത് മരിക്കുന്നു. അവർ അവിടെ ഇല്ലാതെ വണ്ണം ഒരു രാജ്യമായിട്ടോ രാജാവായിട്ടോ ഒരു ജനക്കൂട്ടമായിട്ടോ ഒരു തരത്തിലും ഒരു ബലമില്ലാത്ത ആളുകളായി അവർ മാറി. അവരെ ആശ്രയിക്കാൻ കഴിയാതായി. അപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോൻ ദാവീദ് രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവുമാകുന്നുവല്ലോ. മുമ്പ് ശൗല് രാജാവായിരുന്നപ്പോഴും നീ തന്നെയാണല്ലോ ഇസ്രായേലിന് നായകനായി നയിച്ചത്. എൻ്റെ ജനമായ ഇസ്രായേലിനെ നീ മേയിക്കുകയും ഇസ്രായേലിന് രാജാവ് ഇരിക്കുകയും ചെയ്യുന്ന യഹോവ നിന്നെ അരുളി ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം എല്ലാവരും ഹെബ്രോനിൽ രാജാവിൻ്റെ അടുക്കൽ വന്ന് ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു ദാവീദുമായിട്ട്. ദാവീദിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. 40 സംവത്സരം വാണു. അപ്പം അതിൽ 7.5 സംവത്സരം ഹെബ്രോനിലും ബാക്കി 33 വർഷം യെരുശലേമിലും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് മൊത്തം 40 വർഷം. അത് കഴിഞ്ഞ് എന്നിട്ട് രാജാവും എൻ്റെ ആളുകളും യെരുശലേമിലേക്ക് ആ ദേശത്തെ നിവാസികളെ, അപ്പം ഹെബ്രോനിൽ നിന്ന് യെരുശലേമിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തു. അവിടെ യെബൂസ്യരാണ്. എബൂസ് എന്നാണ് യെരുശലേമിൻ്റെ പഴയ പേര്. എബൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നവർ എബൂസ്യർ എന്ന് പറയുന്നു. അപ്പോൾ ആ എബൂസ്യരെ ആണ് അവിടെ ഉള്ളത്. അപ്പം ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായപ്പോൾ അവിടെ ഈ എബൂസ്യർ പറഞ്ഞു, ഇവിടെ ദാവീദ് കടക്കുകയില്ല. ദാവീദിനെ ദാവീദിനെ ചെറുത്ത് നിൽക്കാൻ ഇവിടുത്തെ കുരുടനും മുടന്തനും മതി എന്നും പറഞ്ഞു. പക്ഷേ ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. യെബൂസ്യർ അവിടുത്തെ കോട്ടയുടെ പേരാണ് സിയോൻ കോട്ട. എന്നിട്ട് സിയോൻ കോട്ട ദാവീദിൻ്റെ നഗരമെന്ന് അറിയപ്പെടാൻ തുടങ്ങി. ദാവീദിൻ്റെ നഗരം എന്നാണ് പിന്നെ അത് അറിയുന്നത്. അവിടെ ദാവീദ് ഒരു കൊട്ടാരം പണിഞ്ഞു. സോർ രാജാവ് ഹീരാം ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെയും കൽപ്പണിക്കാരെയും ആശാരികളെയും ഒക്കെ അയച്ചിട്ടാണ് അത് പണി തീർത്തത്. ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും തൻ്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തൻ്റെ രാജ്യത്വം ഉന്നതമാക്കുകയും ചെയ്തുവെന്ന് ദാവീദ് അറിഞ്ഞു. അപ്പം അത് ദാവീദിൻ്റെ ഒരു തിരിച്ചറിവാണ്.
ദൈവം ഇത് സ്ഥിരപ്പെടുത്തി എന്നുള്ളത് ദാവീദിൻ്റെ ഒരു തിരിച്ചറിവാണ്. ഈ ഹെബ്രോനിൽ നിന്ന് യെരുശലേമിലേക്ക് അല്ലെങ്കിൽ എബൂസ്യ പട്ടണമായ ഈ സിയോൻ കോട്ടയിലേക്ക് അല്ലെങ്കിൽ ദാവീദിൻ്റെ നഗരത്തിലേക്ക് വന്നതിന് ശേഷം ദാവീദിന് പിന്നെയും മക്കൾ ജനിക്കുന്നുണ്ട്. അവിടെ അതിൽ പ്രധാനികളായ 2 മക്കൾ നമുക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. നാഥാനും ശലോമോനും ഒക്കെ ജനിക്കുന്നത് ഇവിടെ വെച്ചാണ്. പിന്നെ കാലം മുമ്പോട്ട് പോവും. നാഥാനും ശലോമോൻ്റെയൊക്കെ ലിസ്റ്റ് ഇവിടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി അവരുടെ ജനനവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഫിലിസ്ത്യർ ഇത് കേട്ടിട്ട് ഇസ്രായേലിന് യുദ്ധത്തിനായി പുറപ്പെട്ടു വന്നു. ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ ഫിലിസ്ത്യരെ യുദ്ധത്തിന് പുറപ്പെടണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? നീ പുറപ്പെടുക, ഫിലിസ്ത്യരെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ എൻ്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ തകർത്ത് കളഞ്ഞു എന്നാണ് ദാവീദ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. എന്നിട്ട് അവരുടെ വിഗ്രഹങ്ങളൊക്കെ ഇട്ടേച്ച് പോയി. ദാവീദ് അതിൻ്റെ ആളുകളും അവയൊക്കെ എടുത്തുകൊണ്ട് വരികയും ചെയ്തു. ഫിലിസ്ത്യർ പിന്നെയും രഫായിം താഴ്വരയിൽ വീണ്ടും യുദ്ധത്തിനായി പരന്നു. ദാവീദ് യഹോവയോട് ചോദിച്ചു, നീ നേരെ ചെല്ലരുത്, അവരുടെ പിൻപുറത്തുകൂടെ വളഞ്ഞു നിന്ന് ചെല്ലണം. അപ്പം ബാഹാവൃക്ഷങ്ങൾക്കെതിരെ വെച്ച് അവരെ നേടുക. ബാഹാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അതാണ് അടയാളം കൊടുക്കുന്നത്. ആ അടയാളം കേൾക്കുമ്പോൾ നീ വേഗത്തിൽ ചെല്ലുക. അങ്ങനെ അത് ചെയ്തു. അങ്ങനെ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഫിലിസ്ത്യരെ ഗേബ മുതൽ ഗേസർ വരെ തോൽപ്പിച്ചു. ഇവിടെയൊക്കെ നമുക്ക് ഈ ദാവീദിൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാവീദിന് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് കൊടുക്കുന്ന വാല്യൂവിനെ, അപ്പം ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കും വാല്യൂ കൊടുക്കണം. അല്ല, വാല്യൂ കൊടുക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന് വാല്യൂ കൊടുക്കുമെന്ന് നമുക്ക് പറയാനൊക്കുള്ളൂ. അപ്പോൾ അത് ദാവീദിൻ്റെ കാര്യത്തിൽ അത് കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ദാവീദിൻ്റെ പല മാതൃകകൾ നമുക്ക് അനുവർത്തിക്കാവുന്ന, നമുക്ക് ഫോളോ ചെയ്യാവുന്ന പല മാതൃകകൾ ദാവീദിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഇവിടെ പറയുന്നുണ്ടല്ലോ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. അപ്പോൾ അതുപോലെ തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും രാജാവാകാനൊന്നുമല്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ നമുക്കൊരു രാജാവാകുന്ന ഒരു രാജ്യത്ത് ഒരു രാജാവേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടേതായ ജീവിതത്തിൽ നമ്മുടേതായ ഒരു സ്ഥാനം പലയിടത്തും ഉണ്ട്. ആ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പർപ്പസ്, അത് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ സഹായം അല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്ന് നമുക്കൊരു വാക്യം നമുക്ക് പുതിയ നിയമത്തിൽ വായിക്കാൻ കഴിയും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം അനുകൂലമാണെങ്കിൽ പിന്നെ പ്രതികൂലമായിട്ട് ആര് വന്നാലും കാര്യമില്ല. ഇവിടെയും ഈ 2 യുദ്ധങ്ങൾ, നമ്മളിപ്പോൾ അവസാനം കാണുന്ന 2 യുദ്ധങ്ങളിലും ദൈവം ദാവീദിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെക്കാളും പ്രബലനായിരുന്ന അല്ലെങ്കിൽ അവരെക്കാളും ശക്തന്മാരായിരുന്ന ശൗലിനല്ല ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനെയോ ദാവീദിനെയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും നമുക്കവിടെ നിന്ന് മനസ്സിലാക്കണം. 2ാമത്തെ വായനാഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് അന്യദൈവങ്ങളെ അല്ലെങ്കിൽ അന്യദൈവങ്ങൾക്കായി ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു പച്ചയായ ചിത്രം തരികയാണ്. എന്താ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു ഉറപ്പ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രേഷ്ഠകരമായൊരവസ്ഥയിലാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ ദൈവമാണല്ലോ നമ്മളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഇവിടെ പറയുന്ന മിഥ്യാമൂർത്തികളല്ല. അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം, അപ്പോൾ അത് മനസ്സിലാവും. ദൈവം പറയാണ്, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തിയെ സംബന്ധിക്കുന്നു. മൂർത്തിയല്ല, മിഥ്യാമൂർത്തി. അതിനെക്കുറിച്ച് പറയുന്നത്, അവരൊരു കാട്ടിൽ നിന്നൊരു തടി കെട്ടിക്കൊണ്ട് വന്ന് മരവും ആശാരി വാച്ചുകൊണ്ട് ചെയ്ത പണിയും അത്രേ ഉള്ളൂ. അതാണ് മിഥ്യാമൂർത്തി എന്ന് പറഞ്ഞാൽ. അവരതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതെ ഇരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റിയും കൊണ്ട് ഉറപ്പിക്കുന്നു. അപ്പം ദൈവമാണെങ്കിൽ പിന്നെ അതിന് സ്വയം ഇളകാതിരിക്കാൻ കഴിയണ്ടേ? അതിന് ഇളകി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആണിയും ചുറ്റിയും കൊണ്ട് അതിനെ ഉറപ്പിക്കുകയാണ്.
അപ്പോൾ വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയാണ്. വെള്ളരിത്തോട്ടത്തിലൊക്കെ തൂണ് നമുക്കറിയാമല്ലോ. ഇപ്പം കർഷകർ കണ്ണുവിടാതിരിക്കാനോ അല്ലെങ്കിൽ കാക്കയെ അകറ്റാനോ ഒക്കെ തൂണുകൾ ഒക്കെ ഉണ്ടാക്കി വെക്കും. അതുപോലെ ഉള്ളൂ എന്നാണ്. വെള്ളരിത്തോട്ടത്തിലെ തൂണ് പോലെയെന്ന്. അവ സംസാരിക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ല. അവയ്ക്ക് നടപ്പാൻ കഴിയില്ല. ചുമന്നുകൊണ്ട് പോകണം ഈ വിഗ്രഹങ്ങളെയൊക്കെ. ഈ ദൈവമെന്ന് പറയുന്ന വിഗ്രഹങ്ങളെ നടന്നു പോകാനൊക്കത്തില്ല, സംസാരിക്കാനൊക്കത്തില്ല, കണ്ണ് കാണാനൊക്കത്തില്ല, ചെവി കേൾക്കാനൊക്കത്തില്ല. അവയെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ദോഷവും ചെയ്യാൻ അവയ്ക്ക് കഴിയുകയില്ല. ഗുണം ചെയ്യുവാനും അവയ്ക്ക് പ്രാപ്തിയില്ല. യഹോവേ, നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. ജാതികൾ രാജാവേ, ആർ നിന്നെ ഭയപ്പെടാതിരിക്കും. വീണ്ടും താഴോട്ട്, മിഥ്യാമൂർത്തികളുടെ ഉപദേശം മരമുട്ടിയത്രേ. തർശീസിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊഫാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു പരത്തുന്നു. അത് കൗശലപ്പണിക്കാരൻ്റെ തട്ടാൻ്റെയും കൈപ്പണി തന്നെ. നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ്, അവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണി തന്നെ. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. അവൻ്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു. ഭൂമി ജാതികൾക്ക് അവൻ്റെ ഉഗ്രകോപം സഹിക്കാൻ കഴിയുന്നതുമില്ല. ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്ന് ആകാശത്തിനും കീഴിൽ നിന്ന് നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവീൻ. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. ദൈവമാണ് ഇതൊക്കെയും ചെയ്തത്. തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെ സംബന്ധിച്ച്. പിന്നെ താഴോട്ട് മഴയെ സംബന്ധിച്ച്, മഴ ഉണ്ടാക്കുന്നതും മഴ ആറ്റങ്ങളിൽ നിന്ന് ആവി കയറ്റി മിന്നലുണ്ടാക്കുന്നതും മഴ പെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. പിന്നെ തട്ടാന്മാരൊക്കെയും വിഗ്രഹം നിമിത്തം ലജ്ജിച്ചു പോകുന്നു. അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ. അവയിൽ ശ്വാസമില്ല. അവ മായയും വ്യർത്ഥ പ്രവൃത്തിയും. ചുമ്മാ എന്തോ ഒരു അധ്വാനം. തടി കൊണ്ടുവന്നാലും അതിനെ എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന് നല്ല തടി നോക്കി കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് എത്രയോ ആളുകൾ അതിൻ്റെ പുറകെ അധ്വാനിച്ച് കൊല്ലനും തട്ടാനും മരപ്പണിക്കാരനും ഒക്കെ അത് കൊടുത്ത് അവർ എത്രയോ നാളുകൾ ഇരുന്ന് പണിഞ്ഞ്, നമ്മൾ കണ്ടിട്ടില്ലേ പലയിടത്തും ഇരുന്ന് പണിയുന്നത്. ഈ വള്ളമൊക്കെ പണിയുന്നത് കണ്ടിട്ടില്ലേ? എത്രയോ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് പണിയുന്നത്. അതുപോലെ തന്നെ ഈ വിഗ്രഹങ്ങളൊക്കെ ചിലയിടത്തൊക്കെ പണിയുന്നത് കണ്ടിട്ടില്ല? അത് എത്രയോ മാസങ്ങളും വർഷങ്ങളും എടുക്കും അത് പണി. അതിന് ചുറ്റുമൊക്കെ മറ കെട്ടി ഒക്കെ ചെയ്യും അവർ. അപ്പം എത്രയോ, അതെല്ലാം വ്യർത്ഥ പ്രവൃത്തി തന്നെ. സന്ദർശന കാലത്ത് അവ നശിച്ചു പോകും. യാക്കോബിൻ്റെ ഓഹരിയായവൻ അവയെപ്പോലെയല്ല. അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ. നമ്മുടെ ദൈവമായ യഹോവ സർവ്വത്തെയും നിർമ്മിച്ചവൻ. ഇസ്രായേൽ അവൻ്റെ അവകാശഗോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഇതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പറയാം, നിരോധത്തിൽ ഇരിക്കുന്നവളെ നിലത്തു നിന്റെ ഭാണ്ഡമെടുത്തുകൊള്ളുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ തവണ ദേശത്തിലെ നിവാസികളെ കവിണയിൽ വലിച്ചെറിഞ്ഞു കളയും. അവർക്ക് പറ്റുവാൻ തക്കവണ്ണം അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. എന്നിട്ട് എൻ്റെ മുറിവ് വ്യസനകരമാകുന്നു, എങ്കിലും ഞാനത് സഹിച്ചേ മതിയാവൂ എന്ന് പറയുകയാണ് അവർ. ജനം, എൻ്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു, എൻ്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി, അവർ ഇല്ലാതെയായിരിക്കുന്നു. ഇനി എൻ്റെ കൂടാരം അടിപ്പാനും തിരശ്ശീല നിവർക്കാനും അവർ കഴിയുകയില്ല, ആരുമില്ല. ഇടയന്മാർ മൃഗപ്രായരായി തീർന്നിരിക്കുന്നു, അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല. അവരുടെ ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. അതീ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ കുറിച്ചാണ് പറയുന്നത്. ഇടയന്മാർ എന്ന് പറയുന്ന ഭാഗം അവരെ കുറിച്ചാണത്. ചിതറിപ്പോയി, ആട്ടിൻകൂട്ടമൊക്കെയും ചിതറിപ്പോയി. കേട്ടോ ഒരു ശ്രുതി, ഇതാ യഹൂദ പട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവുമാക്കേണ്ടതിന്. അപ്പോൾ കുറുക്കന്മാരുടെ പാർപ്പിടമാക്കണമെങ്കിൽ അവിടെ മനുഷ്യനില്ലാത്തൊരവസ്ഥയിൽ മാത്രമേ കുറുക്കന്മാരുടെ പാർപ്പിടമാകുള്ളൂ. അപ്പോൾ ഈ പ്രദേശം, യഹൂദ പട്ടണങ്ങൾ ശൂന്യമാകും, അത് കുറുക്കന്മാരുടെ പാർപ്പിടമാകും. അപ്പോൾ അവിടെ ജനമൊന്നും ഉണ്ടാകാത്തൊരവസ്ഥ വരും. അവിടെ ജനത്തിനെ എല്ലാം അവിടെ നിന്ന് മാറ്റും. ആ ജനമെല്ലാം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും, കൽദയ ദേശത്തേക്ക് പോകേണ്ടി വരും, ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ആരും ഉണ്ടാകുന്ന സമയത്ത് പിന്നെ കുറുക്കനും ബാക്കി അണലിയും ഇതൊക്കെ തന്നെയാണ് അവിടെ, മൂങ്ങയും ഒക്കെ തന്നെയാണ് അവർ പാർക്കാൻ പോകുന്നതെന്നുള്ളതാണ്. യഹോവ മനുഷ്യന് തൻ്റെ വഴിയും നടക്കുന്നവന് തൻ്റെ കാലടികളെ നേരെയാക്കുന്നു. സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു. യഹോവയെ, ഞാൻ ഇല്ലാതെയായി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്രേ ശിക്ഷിക്കണമേ. നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണമേ. അതിൻ്റെ കാരണം പറയുന്നത്, അവർ യാക്കോബിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ. അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ച് അതിൻ്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ജാതികളുടെ മേലും നിന്നെ വിളിച്ചപേക്ഷിക്കാത്ത നിന്നെ അറിയാത്തവരുടെ മേലും വംശങ്ങളുടെ മേലും നിന്റെ കോപം പകരണമേ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമ്മളിതിനകത്ത്
വിശ്വാസികളായ, ജീവനുള്ള ദൈവത്തിൻ്റെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തർക്കുമുള്ള വലിയ സന്തോഷമാണ് നമ്മൾ എന്തായാലും ഈ വിഗ്രഹങ്ങളുടെ പുറകെ പോകേണ്ടി വന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മളുമായിപ്പോയന്, ആ വിഗ്രഹങ്ങളെ പോലെ ആയന്. ഗുണമില്ലാത്ത, ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ദൈവമായിട്ട് കാണുന്നവൻ അതിലൊന്നിനെ പോലെയാണ്, ഒന്നിലെ പോലെയാണ് അവനും ആ മനുഷ്യനുമാകുന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം അവിടെ നമ്മളങ്ങനെ കല്ലും മണ്ണും മരവും പിന്നെ നിർജീവങ്ങളായ വസ്തുക്കളെ പോലെ ആകാതെ, നമ്മളെടുത്ത് പറയുന്നത് അവർ മൃഗങ്ങളെ പോലെയാണ്. അതായത് ഒന്നും അറിയുന്നില്ല, അവർ ചത്തുപോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രയെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവർ. അപ്പം അങ്ങനെ മൃഗങ്ങൾക്ക് തുല്യരായി തീരുവാനും നമുക്ക് ഇടവന്നില്ലല്ലോ എന്നോർത്ത് നമ്മളെ വിളിച്ച ദൈവത്തിന്, വേർതിരിച്ച ദൈവത്തിന്, നമ്മളെ ക്രിസ്തുവിന് മുമ്പിലാക്കിയ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്ത് നന്ദിയോടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. കാരണം വെച്ചാൽ അങ്ങനെ ഒരു കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്ന, അതാണ് ദൈവം ചിന്തിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ആക്കിയില്ലല്ലോ എന്നുള്ള നന്ദി. മൂന്നാമത്തെ വായനാ ഭാഗം 21-ാം അധ്യായം. യേശുക്രിസ്തു യെരുശലേമിലേക്കുള്ള യാത്രാ മധ്യയാണ് ഇപ്പോൾ. അവിടെ ഒലിവ് മല അരികെയുള്ള ബേത്ത്ഫാഗയിലെത്തി. അവിടെ വെച്ചിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചിട്ട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും കാണും. അപ്പോൾ അവയെ നിങ്ങൾ അയച്ചുകൊണ്ട് വന്നാൽ മതി. അപ്പം ആരെങ്കിലും നിന്നോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. അത് പറഞ്ഞാൽ മതി. അപ്പം തന്നെ അയാൾ ഈ കഴുതയുടെ കുട്ടിയെയും നിങ്ങളുടെ കൂടെ അയക്കും. അപ്പോൾ അതിലൊരു പ്രവചനം, സെഖരിയാവ് 9-ാം അധ്യായം 9-ാമത്തെ വാക്യം പരിശോധിച്ചാൽ ഈ സംഭവത്തെ സംബന്ധിച്ചുള്ളൊരു പ്രവചനം കിടക്കുന്ന കാണാം. 4-ാം വാക്യത്തിലുണ്ട്, സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകാൻ ഇത് സംഭവിച്ചു എന്നാണ്. അത് സെഖരിയാവ് 9:9 നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പോയി കഴുതയും കുട്ടിയും കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അതിൻ്റെ മേലിട്ടു. പുരുഷാരം, ആൾക്കാർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. യേശുക്രിസ്തുവിന് മുമ്പും പുറകിലും മുന്നിലുമൊക്കെ നടന്ന്, ദാവീദ് പുത്രൻ ഹോശന്ന, ദാവീദ് പുത്രൻ ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ വരാനുള്ള, യെരുശലേമിൽ ദാവീദിനെ പോലെ രാജാവായി യെരുശലേമിൽ ഇസ്രായേലിന് ഭരണം നടത്തേണ്ടവനാണ്. അപ്പോൾ ആ തരത്തിലാണ് ജനം യേശുക്രിസ്തുവിനെ കാണുന്നത്. ദാവീദിനെയാണ് ഇവർക്കെല്ലാവർക്കും മനസ്സിൽ ഓർമ്മ. ദാവീദിൻ്റെ സുവർണകാലം, ദാവീദിൻ്റെ പ്രതാപകാലം, ഇസ്രായേൽ ഒന്നായിരിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായി ഭരിച്ച ആ രാജാവിൻ്റെ സ്മരണയാണ് ഇവർക്കുള്ളത്. ആ രാജാവിൻ്റെ, അങ്ങനെയാണല്ലോ പറയുന്നത്, ദാവീദിൻ്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അവരത് ഫിസിക്കലി കാണുന്ന ഒരു സിംഹാസനത്തെ സംബന്ധിച്ച് കണ്ടുകൊണ്ടാണ് നഗരം മുഴുവൻ ഇളകി മറിഞ്ഞ് യേശുക്രിസ്തുവിന് ഹോശന്ന പറഞ്ഞിങ്ങനെ പുറകെ നടക്കുന്നത്. അങ്ങനെ ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ ദേവാലയത്തിൽ കച്ചവടക്കാരുണ്ട്. ഒരു കച്ചവടമാണല്ലോ, ഇന്നും ദേവാലയങ്ങളിൽ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ദേവാലയം തന്നെ ഒരു ബിസിനസ് സ്ഥാപനമായി മാറിയിട്ട് നാളുകളായി. അപ്പോൾ അങ്ങനെ അതങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ചെന്നിട്ട് പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയൊക്കെ മറിച്ച് കളഞ്ഞു, പണം ഇരുന്ന ഇതൊക്കെ എടുത്ത് കളഞ്ഞു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നൊക്കെയും അവിടെ അവരോട് കോപപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് കുരുടന്മാരും മുടന്തന്മാരും ഒക്കെ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നു, അവരെ സൗഖ്യമാക്കി. അപ്പോൾ ഇതൊക്കെയും കണ്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇതിൽ നീരസപ്പെട്ടു. അത്ഭുതങ്ങളെ കണ്ടിട്ടും ദാവീദ് പുത്രൻ ഹോശന്ന എന്ന് വിളിക്കുന്നത് കണ്ടിട്ടും ഒക്കെയും നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, അതെ, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയിൽ ചെന്ന് അവിടെ രാപാർത്തു. അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു അത്തിവൃക്ഷം കണ്ടിട്ട്
അതിൻ്റെ അടുക്ക് ചെന്നപ്പോൾ അതിൽ ഫലമൊന്നും കണ്ടില്ല. അപ്പോൾ എന്നിട്ട് അതിനെ ശപിച്ചു. അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. നമ്മളത് ആ ഒരു പ്രക്രിയയെ കാണുമ്പോൾ അത് ക്രിസ്തു ചെയ്ത ഒരു തെറ്റായ കാര്യമായിട്ട് തോന്നും. ഈ അത്തിവൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് പോയാൽ അതിൽ ഫലമില്ലെങ്കിലും അതിന് തലപ്പഴം എന്ന് പറയുന്ന ഒരു സംഗതി, അതിന് മുമ്പുള്ളൊരു സംഗതി, തിന്നാൻ കൊള്ളാവുന്ന ഒരു സാധനം അതിൽ ഉണ്ടാവും. അപ്പോൾ അത് അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഉപയോഗശൂന്യമായ ഒരു അത്തിവൃക്ഷമായി തന്നെയാണ് കണ്ടത്. ഇത് മനുഷ്യരുമായിട്ട് നമുക്കതിന് ഈ ഒരു അത്തിവൃക്ഷത്തെ താരതമ്യം ചെയ്യാം. മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഫലങ്ങൾ അത് സീസണിലല്ല, എപ്പോഴും ഉണ്ടാകേണ്ട ഫലമാണ്. അപ്പോൾ ആ സീസണിലല്ലാതെ മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഫലങ്ങൾക്ക് ഒരു ഉപമയായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഒരു മാതൃകയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അത്തിവൃക്ഷത്തെ കാണാം. ഇവിടെ നമ്മൾ യേശുക്രിസ്തുവിനെ കുറ്റം വിധിക്കാനൊന്നും പോകേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനകത്തൂടെ ദൈവം സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗമില്ലാത്ത, നമ്മളെ കൊണ്ട് ആർക്കും ഉപയോഗമില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ, നമ്മൾ ആവശ്യമില്ലല്ലോ, ഈ ഭൂമിയിൽ ആവശ്യമില്ല. നമ്മളെ അയച്ച ഒരു പർപ്പസുണ്ട്. ഒരു മനുഷ്യൻ ഭൂമിയിൽ മറ്റെല്ലാ ജീവജാലങ്ങളെക്കാളും ഉയർന്ന ഒരു നിലവാരത്തിൽ ഒരു മനുഷ്യനെ ആക്കിയിരിക്കുന്നെങ്കിൽ ആ മനുഷ്യന് പർപ്പസുണ്ട്. ഈ ഭൂമി അത് വചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നതാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നിന് കൊള്ളാമെന്നാണ്. അപ്പോൾ ഭൂമിയുടെ ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പിൻ്റെ ഒരു പ്രത്യേകത, ഉപ്പിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പ്രിസർവേറ്റീവാണ്, സംരക്ഷിക്കുന്ന ഒരു സാധനമാണ്. ഉപ്പിട്ടാണ് നമ്മൾ മാങ്ങ അതുപോലെ തണുപ്പ് രാജ്യങ്ങളിൽ ഇറച്ചിയൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. നമ്മൾ മീനൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത് അറിയാം, നാളുകളോളം ഇരിക്കും. ഇത് പ്രിസർവേറ്റീവാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ പ്രിസർവേറ്റീവാണ്, ഭൂമിയുടെ സംരക്ഷകരാണ്. വിശ്വാസികളെ നോക്കി പറയുന്നതാണ്. അപ്പം അങ്ങനെ ആയിരിക്കേണ്ട ഒരുവൻ, അവന് ക്വാളിറ്റി ഇല്ല, അവനിൽ നിന്ന് ഫലം പുറപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അവനെന്തിനാണ്? ഈ ഒരു കാര്യം നമ്മൾ ഈ അത്തിയുടെ കാര്യത്തിലും കണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കുറ്റം വിധിക്കാൻ പോകണ്ട എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്, പറയുന്നത്, സംസാരിക്കുന്നത്. അത് കഴിഞ്ഞു. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു ഉപദേശം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അത്തി ഉണങ്ങിപ്പോയതിനെ സംബന്ധിച്ച് ആശ്ചര്യപ്പെട്ടിട്ടാണ് നിങ്ങൾ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിശ്വാസത്താലാണ് ഇതൊക്കെ സാധ്യമാകുന്നതെന്നാണ് യേശുക്രിസ്തു പറയുന്നത്, അവർക്ക് കൊടുക്കുന്ന ഉപദേശം. അപ്പം പിന്നെ ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുന്നത്, നീ ഇതൊക്കെ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു? നിനക്ക് ഈ അധികാരം തന്നതാണ്. അപ്പോൾ അധികാരത്തോടെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? അപ്പോൾ മഹാപുരോഹിതന് ജനത്തിൻ്റെ മൂപ്പന്മാരുമാണ് ഇത് ചോദിക്കുന്നത്, നിന്നെ ഈ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ തിരിച്ച് യേശു ചോദിക്കും, ഞാനും നിങ്ങളൊരു വാക്ക് ചോദിക്കാം, അതിനുത്തരം പറഞ്ഞാൽ ഞാനിതിന് ഉത്തരം പറയാം. യോഹന്നാൻ്റെ സ്നാനം എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്ത എന്തെന്ന് ചോദിക്കും. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ, നമ്മൾ പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകനാണല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു, മറുപടി പറഞ്ഞു യേശുവിനോട്. അപ്പോൾ യേശു പറഞ്ഞു, ശരി, അങ്ങനെ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് മറുപടി ഇല്ല, അറിഞ്ഞുകൂടായെങ്കിൽ ഞാനും ഇതെന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് യേശു അതിനെ അവിടെ ഒഴിവാക്കുകയാണ്. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തേൻ്റെ അടുക്കൽ ചെന്ന് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ അടുക്കലേക്ക്, മകനെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യാൻ പറയുന്നു. എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നു. രണ്ടാമത്തവനോട് പറയുന്നു, മോനെ നീ ആ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുക. ശരിയപ്പാ, ഞാൻ പോവാം. പക്ഷേ ഈ രണ്ടാമത്തവനോട്ട് പോയുമില്ല. പോകാമെന്ന് പറഞ്ഞവൻ പോയില്ല. എന്നാൽ ആദ്യം പോകത്തില്ല എന്ന് പറഞ്ഞവൻ, അവന് പിന്നെ തോന്നി, അയ്യോ പാവം, എൻ്റെ അപ്പം പറഞ്ഞതല്ലേ, ഞാൻ പോകേണ്ടതില്ല, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുമുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരിൽ ആരാണ് അപ്പൻ്റെ ഇഷ്ടം ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തവനെന്ന് അവർ മറുപടി പറയുകയാണ്. അതായത് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ്, ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മനസ്സ് മാറി മാനസാന്തരപ്പെട്ട് പോയവനെ കുറിച്ചാണ്. എന്നിട്ട് അവിടെ പറയുന്നത്, യേശു അവരോട്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാനെ അവൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളാരും വിശ്വസിച്ചില്ല. നിങ്ങളെന്നല്ല, വിശ്വസിക്കാത്ത ജനത്തെ സംബന്ധിച്ച് പറയുകയാണ്. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. ഇവിടെ നീതിമാന്മാരെന്നും പ്രമാണിമാരെന്നും ഒക്കെ പറയുന്ന നിങ്ങളവരെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും ഒക്കെ വിശ്വസിച്ചു. അത് കണ്ടിട്ട് നിങ്ങൾ അവനെ വിശ്വസിപ്പേണ്ടക്കോണം പിന്നത്തേത് അനുദപിച്ചില്ല. നേരത്തെ ഒന്നാമത്തെ മകൻ അനുദപിച്ചതുപോലെ
നിങ്ങൾ അനുഭവിച്ചില്ല. മറ്റൊരു ഉപമ പറയുന്നുണ്ട്. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി വേലി കെട്ടി ഗോപുരം കെട്ടി ഒക്കെ ചെയ്തിട്ട് കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു. പരദേശത്തേക്ക് പോയി. പലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ട ദാസന്മാരെ കുടിയാന്മാരോട് കൂടെ അയച്ചു. കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാർ, അതായത് ഈ വസ്തു പാട്ടത്തിനെടുത്ത കുടിയാന്മാരെ സംബന്ധിച്ചാണ്. അവർ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, വേറൊരുത്തം വന്നപ്പോൾ അവനെ കൊന്നു, വേറൊരുത്തം വന്ന് അവനെ കല്ലെറിഞ്ഞു. പിന്നെയും മുമ്പിലത്തെ അധികം ദാസന്മാരെ ഈ യജമാൻ അയക്കുകയാണ്. അപ്പോൾ അവരോടും അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ മകനെ അയക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ നമുക്ക് കാണാം. ക്രിസ്തുവിനെ അയച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞിട്ടാണ്, മകനല്ലേ, മകനായതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് യജമാൻ്റെ വിശ്വാസം. അത് അധികാരിയാണല്ലോ മകൻ. യജമാനെ പോലെ തന്നെ അധികാരിയാണ് മകനും. പക്ഷെ എന്ത് പറ്റി? ഈ മകനെ, ഇവനാണ് യഥാർത്ഥ അവകാശി, ഇവനെ കൊന്നാൽ ഈ അവകാശം നമുക്ക് തന്നെ ആയിരിക്കും, പിന്നെ ഒരു അവകാശി അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് പുറത്താക്കി കൊന്നുകളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പിന്നെ ചോദിക്കുന്നത്, ഈ കുടിയാന്മാരോട് അതിൻ്റെ യഥാർത്ഥ ഉടയൻ വന്ന് എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും. അപ്പോൾ ഇവിടെയും ഈ കേട്ടുകൊണ്ട് നിൽക്കുന്ന ജനത്തോടാണ് പറയുന്നത്, ഈ ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും ആയിരിക്കുന്ന പ്രമാണിമാരോടാണ് പറയുന്നത്, നിങ്ങളതിന് തക്ക ഫലം കൊടുത്തില്ല, നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി ചെയ്തില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥനായ ദൈവം വന്ന് നിങ്ങളെ പുറത്താക്കി കളഞ്ഞ് ഇത് വേറെ ഇതിൻ്റെ ഫലം കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ ലഭിക്കപ്പെട്ട ആളുകളാണ് നമ്മൾ, ജാതികളായ നമുക്കിത് ലഭിച്ചത്. ഈ പറഞ്ഞ ഇത് കാത്തു സൂക്ഷിക്കേണ്ടവർ കാത്തു സൂക്ഷിക്കാതെ വന്നതുകൊണ്ടാണ് ഇന്ന് പുറത്തുള്ള അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർ എന്ന് പറയുന്ന നമുക്കിത് കാണുവാനും കേൾക്കുവാനും വായിക്കുവാനും മനസ്സിലാക്കുവാനും ഇന്ന് ഇത് നമുക്ക് ഇടയായതിൻ്റെ കാരണം ഇതിലേക്ക് പോയ ഒരു ഉദാഹരണം കൂടിയാണ് ഇത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ജാതിയിൽ നിന്ന് വന്നവരാണ് ഞാനും ഇതിനെ കേൾക്കുന്നത് നിങ്ങളൊക്കെ. നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മുടെ ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. അത് ആ കല്ല് യേശുക്രിസ്തുവാണ്. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ മേൽ പറഞ്ഞ വീട് പറയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈ പ്രവചനം അല്ലെങ്കിൽ ഈ ഒരു തിരുവെഴുത്ത് 118 സങ്കീർത്തനം 22-23 വാക്യങ്ങളാണ്. 118 സങ്കീർത്തനം 22-23 വാക്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ രസകരമായ കാര്യം 45 വാക്യത്തിൽ അവൻ്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് ഇത് തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ പുരുഷാരം യേശുക്രിസ്തുവിനെ പ്രവാചകൻ എന്ന് എണ്ണുകൊണ്ട് അവർക്ക് അവൻ്റെ മേൽ കൈവയ്ക്കാൻ ആ നാളുകളിലൊന്നും കഴിഞ്ഞില്ല. താങ്ക് യു. ഒക്കെയും കേട്ടത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വായിച്ചും ദൈവത്തോട് പ്രാർത്ഥിച്ചും വളരെ ചുരുക്കമായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ സമയം കൊണ്ട് പ്രതിപാദിക്കാനൊക്കെയുള്ളൂ. എന്നാൽ ദൈവത്തിന് ഇതിനേക്കാളും വലിയ അളവിൽ നിങ്ങൾക്ക് വായനയിലൂടെ തരാൻ കഴിയും. അതിന് പ്രാർത്ഥനയോടെ വായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.